നമസ്കാരം. പ്രധാന വാർത്തകൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കർണാടക സ്വദേശിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ പൂജാരി അറസ്റ്റിൽ. കർണാടക പോലീസ് പിടികൂടിയത് പൂജാരി അരുണിനെ. ദേവസ്ഥാനത്തിലെ മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരൻ ഒളിവിൽ ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. കേരളത്തിലേക്ക് വരാൻ നിർബന്ധിച്ചെന്നും ദോഷം വരുന്ന രീതിയിൽ പൂജ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതി. ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷം രൂക്ഷം. പ്രഹരമേൽപ്പിച്ച ഇസ്രയേലി ആക്രമണം. ഇറാനിൽ 400-ലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. ഇന്ത്യക്കാരോട് ടെഹ്റാൻ വിടാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലി നഗരങ്ങളിലും കനത്ത നാശം. അമേരിക്കൻ എംബസിക്ക് സമീപം വരെ എത്തി ഇറാനിൻ മിസൈൽ. പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ്. പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ച് പ്രതിപക്ഷം. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ പിടിച്ച ഇടതുപക്ഷം. മലയോര പ്രശ്നങ്ങളും ചർച്ചയാകുന്നു. പരസ്യപ്രചാരണം നാളെ തീരും. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കാര്യമായ നാശനഷ്ടങ്ങൾ. പാലക്കാട്ട് ഒരു മരണം. കാസർഗോഡ് ബേവിഞ്ചയിൽ ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. തേജസ്വിനി പുഴ കരകവിഞ്ഞു. ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. ബുധനാഴ്ച വരെ മഴ തുടരും. ആലപ്പുഴ ചാരുമൂട്ടിൽ കർഷകൻ ഷോക്കേറ്റു മരിച്ചു. താമരക്കുളം സ്വദേശി ശിവൻകുട്ടിക്ക് ഷോക്കടിച്ചത് പന്നിക്കണിയിൽ നിന്നെന്ന് സംശയം. സംഭവം രാവിലെ കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ. തിരുവനന്തപുരം വെള്ളറടയിൽ കൊല്ലപ്പെട്ട പ്രിയംവദയുടെ സ്വർണമാല കാണാനില്ല. ദുരൂഹത നീക്കാൻ അന്വേഷണം തുടരുന്നു. പിടിയിലായ 2 പേരും അയൽവാസികൾ. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 11 കോവിഡ് മരണം. 7 എണ്ണം കേരളത്തിൽ. സംസ്ഥാനത്ത് ആക്ടീവ് കേസുകൾ 1920. ഇന്നലെ മാത്രം ചികിത്സ തേടിയത് 87 പേർ. വിശദമായ വാർത്തയിലേക്ക്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരി അറസ്റ്റിൽ. ക്ഷേത്രത്തിലെ പൂജാരിയായ അരുണാണ് പീഡന പരാതിയിൽ അറസ്റ്റിലായിരിക്കുന്നത്. കർണാടക സ്വദേശിയായ സ്ത്രീയുടെ പരാതിയിലാണ് അറസ്റ്റ്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച പരാതി? അശ്വതി, കർണാടക ബെല്ലന്തൂർ പോലീസാണ് കേരളത്തിൽ തൃശൂരിലെത്തി ഈ പെരിങ്ങോട്ട് ക്ഷേത്രത്തിലെത്തി അരുണയെ അറസ്റ്റ് ചെയ്ത് തിരിച്ച് കർണാടകയിലേക്ക് കൊണ്ടുപോയതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് ഈ മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം, കർണാടക സ്വദേശിയായിട്ടുള്ള യുവതി, അവർക്ക് ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വളരെ ചാത്തൻ സേവ അടക്കമുള്ള ചില പൂജകളാണ് പ്രധാനമായും നടക്കുന്നത്. യുവതി ഈ കുടുംബ പ്രശ്നം തീരുന്നതിന് വേണ്ടി ഈ അമ്പലത്തിലെത്തുകയും അവിടെ വെച്ചാണ് ഇപ്പോൾ അറസ്റ്റിലായ അരുൺ എന്ന പൂജാരിയെ പരിചയപ്പെടുകയും ചെയ്തത്. ഇയാൾ 24,000 രൂപയാണ് ഈ യുവതിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ നടത്തുന്നതിനായി ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് യുവതിയുടെ നമ്പറും ഇയാൾ വാങ്ങുകയും ചെയ്തത്. പിന്നീട് യുവതി തിരിച്ചുപോയ സമയത്ത് ഇയാൾ വാട്സപ്പ് വീഡിയോ കോളിൽ വിളിച്ച് നഗ്നനായി നിന്നുകൊണ്ട് സംസാരിക്കാനൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. ഇയാളും നഗ്നനായി നിന്നിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഇവരോട് സംസാരിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് പോയി. ഇവർ അതിലേക്ക് വഴങ്ങാതിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രകൃതി വിരുദ്ധ പീഡനത്തിനൊക്കെ ഇവരെ നിർബന്ധിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് മനസ്സിലാകുന്നത്. അങ്ങനെ യുവതിയോട് നഗ്നയായി നിന്നുകൊണ്ട് വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. യുവതി അത് നിഷേധിച്ചപ്പോൾ ഈ പൂജാരിയായിട്ടുള്ള അരുൺ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ കുടുംബത്തെ തകർക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് കുട്ടികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള
ചില പൂജകൾ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ നഗ്നയാവാൻ വേണ്ടി യുവതി അങ്ങനെ നിർബന്ധിതയാകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് കേരളത്തിലേക്ക് വരികയും ഇവിടെ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് യുവതിയോട് പറയുകയും ചെയ്തത്. ഈ ഭീഷണിക്ക് വഴങ്ങിയാണ് യുവതി കേരളത്തിലെത്തിയത്. ആ സമയത്താണ് വാഹനത്തിൽ വെച്ച് കാറിൽ വെച്ച് ഉണ്ണി എന്ന മുഖ്യപ്രതിയായിട്ടുള്ള മറ്റൊരു പൂജാരിയായിട്ടുള്ള ഉണ്ണി ദാമോദരനും ഈ അരുൺ എന്ന 2 പൂജാരിമാരും ചേർന്ന് യുവതിയെ ബലാത്സംഗം ചെയ്തത്. തുടർന്നാണ് കർണാടക പോലീസിന് യുവതി ഇതിന്റെ വീഡിയോ കോള് ഒപ്പം ഭീഷണി സന്ദേശം അടക്കമുള്ളവ ഈ വാട്സപ്പ് ചാറ്റ് അടക്കമുള്ളവ നൽകിക്കൊണ്ട് പരാതി പോലീസിനെ സമീപിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിനെ തുടർന്നാണ് കേസെടുത്ത് പിന്നീട് ഈ അരുൺ എന്ന പൂജാരിയെ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിലെത്തി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം. ഉണ്ണി ദാമോദരൻ എന്ന മുഖ്യപ്രതിയായിട്ടുള്ള പൂജാരി ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുണ്ട്. പക്ഷേ ഇതിൽ അശ്വതി, ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാം സിനിമാ മേഖലയിലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഉൾപ്പെടെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ്. വലിയ പരസ്യമാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒക്കെ നൽകുന്നത്. മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ വലിയ പരസ്യങ്ങളാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ചടങ്ങുകൾക്കും ഉത്സവത്തിനും ഒക്കെ നൽകുന്നത്. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക പീഡന പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അരുണിനെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അരുണുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. പോലീസ് പറയുന്നത്, വെല്ലന്തൂർ പോലീസ് പറയുന്നത് അരുണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും എന്താണ് ഇനി കൂടുതൽ കാര്യങ്ങൾ കൂടി കുറച്ചുകൂടി നമുക്കിതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ മുഖ്യപ്രതിയായിട്ടുള്ള മറ്റൊരു പൂജാരി ഉണ്ണി ദാമോദരൻ, അതാണ് നവമി വളരെ ഗൗരവമുള്ള ഒരു വിഷയമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വാർത്ത ചെയ്യുമ്പോൾ നമ്മൾ 2 വശവും ചിന്തിച്ചിരുന്നു. നമ്മൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനവുമായി അവരുടെ ഭാരവാഹികളുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് അവർ പ്രതികരിച്ചത്. അതേസമയം പോലീസ് ഈ കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തു എന്ന സ്ഥിരീകരണം വരുത്തിയിട്ടുണ്ട്. ഇനി അറസ്റ്റിലാകാനുള്ളത്, പിടിയിലാകാനുള്ളത് മുഖ്യ പൂജാരി ഉണ്ണിയാണ്. ഈ എത്ര നാളായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നതടക്കമുള്ള വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ഈ അന്വേഷണ പരിധിയിലേക്ക് വരില്ലേ നവമി? തീർച്ചയായും അശ്വതി, ഈ ഒരു ബംഗളൂരുവിലുള്ള ഒരു യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. പക്ഷെ അതിലിപ്പോഴും ബാക്കിയാകുന്നത് മറ്റ് പരാതിക്കാരുണ്ടോ, അല്ലെങ്കിൽ ഈ യുവതിയെ കൂടാതെ മറ്റാർക്കെങ്കിലും സമാനമായിട്ടുള്ള അനുഭവം നേരിട്ടിട്ടുണ്ടോ, കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തോ, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ ഈ പൂജാരിയെ ബന്ധപ്പെടുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു അനുഭവം മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് എന്തായാലും അതിന്റെ അന്വേഷണം ഒരു വശത്തുകൂടി പുരോഗമിക്കുമ്പോൾ തന്നെയാണ് ഉണ്ണി ദാമോദരന് വേണ്ടിയിട്ടുള്ള തെരച്ചിലും ഊർജിതമാക്കിയിരിക്കുന്നത്. പക്ഷേ കേരള പോലീസ് തൃശ്ശൂരിലുള്ള പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ഇക്കാര്യം അവരറിഞ്ഞിട്ടില്ല എന്നാണ് തരുന്ന മറുപടി. പക്ഷെ ഇത് പറയാത്തതാണോ അതോ ഇത് അറിയാതെയാണോ കർണാടക പോലീസ് കേരള പോലീസിനെ അറിയിക്കാതെയാണോ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്ന സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കേരള പോലീസിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ക്ഷേത്രം ഇത്രയും പ്രശസ്തമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ നടന്ന ഇത്രയും വലിയൊരു ലൈംഗിക ആരോപണ പരാതിയിൽ ഇത്രയും ശ്രദ്ധ നേടാനുള്ള ഒരു കാരണവും അതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഇതിനു മുൻപും ഈ ഇത്തരത്തിൽ വ്യാജ പൂജാരിമാരോ അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളോ ഒക്കെ വ്യാജരായിട്ട് വന്ന് ഇത്തരത്തിലുള്ള സമാനമായ രീതിയിൽ സ്ത്രീകളെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ പണം തട്ടിയെടുക്കാൻ ശ്രമമൊക്കെ മുമ്പ് നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഈ ക്ഷേത്രം ഇത്രയും പ്രശസ്തരായിട്ടുള്ള സിനിമാ മേഖലയിലുള്ളവർ അല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിലുള്ളവരൊക്കെ അവിടെ വന്ന് ആ ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയും അവിടെ പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നതും മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു പരസ്യമാണ് ഈ ക്ഷേത്രം നൽകുന്നതും. ഇതൊക്കെ കൊണ്ടാണ് ഈ കേസ് ഇത്ര വലിയ പ്രാധാന്യത്തോടെ വരുന്നത്. അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്ത നമ്മൾ ആദ്യം ലഭിക്കുമ്പോൾ കൂടിയും അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ക്ഷേത്ര ഭാരവാഹികളെ ബന്ധപ്പെടേണ്ടതുണ്ട്, ഇത് സത്യമാണോ എന്ന് അറിയേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പോലീസ് അറസ്റ്റ് നടത്തിയിട്ടുണ്ടോ, കർണാടക പോലീസ് കേരളത്തിൽ എത്തിയിട്ടുണ്ടോ, ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ടോ, ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയിൽ കർണാടക പോലീസിൽ നിന്ന് നമ്മൾ ഇത് കൃത്യമായി തന്നെ FIR അടക്കം
ലഭ്യമായിട്ടുണ്ട്. അവരിത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും കർണാടക പോലീസിൽ നിന്നും കൃത്യമായി തന്നെ തെളിവുകളടക്കം നമുക്ക് ലഭിക്കുന്നു. ഈ യുവതിയോട് മോശമായി പെരുമാറിയ ചാറ്റുകളും വാട്സപ്പ് സന്ദേശങ്ങൾ, ഓഡിയോ കോളുകൾ ഇതെല്ലാം തന്നെ യുവതി പോലീസിനെ നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുമ്പോൾ അവരെ ഭാരവാഹികൾ ഇപ്പോഴും ഈ വാർത്ത നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. നിഷേധിക്കാതെ വേറെ വഴിയില്ല, അതുകൊണ്ട് തന്നെ അവരത് നിഷേധിക്കും, നമുക്കറിയാം. പക്ഷേ ഇത്തരത്തിൽ FIR അടക്കം നമ്മുടെ കൈവശമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വാർത്തയുടെ വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനം. ഇപ്പോൾ ഈ നേരത്തെ നവമി പറഞ്ഞതുപോലെ വീഡിയോ കോൾ അടക്കം ചെയ്ത് നഗ്നപൂജയൊക്കെ നടത്തിയിട്ടുള്ള ആളുകളാണിത്. ഇവർ ഒരാൾ പിടിയിലാകാനുണ്ട്, ഒരാൾ ഇപ്പോൾ ഒളിവിലാണ്. എന്തായാലും FIRലെ വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ നവമി? അശ്വതി, പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച്, കേരളത്തിലെ തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന പെരിങ്ങോട്ടുകര ക്ഷേത്രത്തെക്കുറിച്ച് യുവതി അറിയുന്ന സാഹചര്യമുണ്ടായി. ഒരുപാട് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതും അവിടെ ചില പൂജകൾ ചെയ്യണമെന്ന കാര്യം ഈ യുവതി അറിയുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തുകയും ഈ ക്ഷേത്രത്തിലെത്തി അവിടെ വെച്ച് ഈ അരുൺ എന്ന പൂജാരിയെ കാണുന്ന സാഹചര്യമുണ്ടായി. ഈ കുടുംബ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ ചെയ്യണമെങ്കിൽ 24,000 രൂപ നൽകണമെന്ന് യുവതിയോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം യുവതി തിരിച്ച് നാട്ടിലേക്ക് പോയി. രാത്രി സമയങ്ങളിൽ ഇയാൾ വാട്സപ്പിലൂടെ വീഡിയോ കോൾ വിളിക്കുകയും എന്നാലും പരാതിയെ തുടർന്ന് ഈ വാട്സപ്പ് കോളിൽ രാത്രി ലേറ്റ് നൈറ്റ് എന്നാണ് പറയുന്നത് പോലീസ്. രാത്രി അർദ്ധരാത്രിയും വാട്സപ്പ് കോളിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ അരുൺ എന്ന് പറയുന്ന പൂജാരി, അയാൾ ഈ യുവതിയോട് നഗ്നയായി നിന്ന് വീഡിയോ കോളിൽ വരണമെന്ന് പറയുന്നുണ്ട്. ഇത് സമ്മതിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ നഗ്നയായി വരില്ല എന്ന് പറയുമ്പോഴാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഭീഷണിയിൽ പറയുന്നത് 2 കുട്ടികളെയും യുവതിയുടെ 2 കുട്ടികളെയും കൊല്ലും, അല്ലെങ്കിൽ ആ കുട്ടികൾ മരിക്കുന്നതിന് വേണ്ടി, കുട്ടികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജകൾ ചെയ്യുമെന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തി. അത് വഴങ്ങിക്കൊണ്ടാണ്, ഇത് കേട്ട് ഭയപ്പെട്ടാണ് യുവതി നഗ്നയായി നിന്ന് ഈ യുവതി വീഡിയോ കോളിൽ വരികയും ചെയ്തത്. ഈ വീഡിയോ കോള് ഇയാൾ റെക്കോർഡ് ചെയ്തു. പിന്നീട് ഈ വീഡിയോ കോള് കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി കേരളത്തിലേക്ക് വരണം, അതായത് ഇയാളെ അറിയിക്കാതെ കേരളത്തിൽ വന്നതിന് ശേഷം അവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ആ റൂമിലേക്ക് വരണമെന്ന് ടോർച്ചർ ചെയ്തു. പിന്നീടാണ് യുവതി കേരളത്തിലെത്തി. ഇയാളും മറ്റേ ഈ വാട്സ്ആപ്പ് വീഡിയോ കോളിന്റെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് നമുക്ക് ശേഷം ഞാൻ നവമിയിലേക്ക് മടങ്ങി വരാം. இப்ப நான் ஃப்ரைடே ஈவினிங் வரேன். ஃப்ரெண்டு வருது. இல்லை இல்லை, எனக்கு ரூம் எல்லாம் அங்கே தெரியாது. சௌக்கியம் சார். இப்ப நான் ஃப்ரைடே ஈவினிங் வரேன். ஃப்ரெண்டு வருது. இல்லை இல்லை, எனக்கு ரூம் எல்லாம் அங்கே தெரியாது. അതാണ് ആ പരാതിക്കാരിയുമായി പൂജാരി സംസാരിക്കുന്നതിന്റെ, വീഡിയോ കോളിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവച്ചത്. ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് ന്യൂസ് 18 വളരെ ഗുരുതരമായ വലിയ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, ഒരുപാട് പേർ അവിടേക്ക് എത്തുന്ന, സെലിബ്രിറ്റികളടക്കം അങ്ങോട്ടേക്കൊക്കെ എത്തുന്ന, വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പീഡന പരാതിയിൽ കർണാടക സ്വദേശിയായ സ്ത്രീയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പൂജാരി അറസ്റ്റിലായിരിക്കുന്നു. മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരൻ ഇനി പിടിയിലാകാനുണ്ട്. അയാൾ ഒളിവിലാണെന്നാണ് അറിയുന്നത്. നവമി, ഇപ്പോൾ ഈ ദൃശ്യങ്ങളടക്കം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സുഖമാണോ എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാണ് തുടങ്ങുന്നത്. ഇത്തരത്തിൽ ആ സ്ത്രീയോട് അവരെ വളരെ മാനസികമായും ശാരീരികമായും വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളടക്കം പോലീസിന് അവർ കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം, അല്ലേ?
അതെ ശ്രുതി, നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർണാടക പോലീസ് കേരളത്തിലെത്തി ഈ അരുൺ എന്ന് പറയുന്ന പൂജാരിയെ അറസ്റ്റ് ചെയ്ത് തിരികെ കർണാടകയിലേക്ക് കൊണ്ടുപോയത്. മറ്റൊരു മുഖ്യ പ്രതിയും പ്രധാനപ്പെട്ട പൂജാരിയുമായിട്ടുള്ള ഉണ്ണി ദാമോദറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഒളിവിലാണെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരവും. ഇതിൽ ആ ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എന്നാണ് വരുന്നത്, റൂം എടുത്തോ എന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല എനിക്കിവിടെ റൂമൊന്നും അറിയില്ല, കേരളത്തിൽ റൂമൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇയാൾ തന്നെയാണ് യുവതിക്ക് റൂം എടുത്തു കൊടുത്തത്, അല്ലെങ്കിൽ ആ റൂമിലേക്ക് വരണമെന്ന് പറയുന്ന സാഹചര്യം. പിന്നീട് ഇവർ കേരളത്തിലെത്തിയപ്പോൾ ഇയാളുടെ വാഹനത്തിലാണ്, കാറിലാണ് യുവതിയെ കൂട്ടാൻ വേണ്ടി പോയത്. അവിടെ വെച്ചാണ്, കാറിൽ വെച്ചാണ് ഈ അരുൺ എന്ന് പറയുന്ന പൂജാരിയും ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മറ്റൊരു പൂജാരിയും ചേർന്ന് ഈ യുവതിയോട് മോശമായി പെരുമാറിയത്, ബലാത്കാരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിന്റെ ഈ വീഡിയോ കോളിൽ വിളിക്കുന്നതും ഓഡിയോ സന്ദേശങ്ങൾ, മറ്റ് മെസ്സേജുകൾ, ഇതെല്ലാം തന്നെ കൃത്യമായി പോലീസിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കൈമാറി. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അശ്വതി ഒരു സ്ത്രീയാണ്, അവർക്ക് ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തെ സമീപിക്കുന്നത്. അത് ചൂഷണം ചെയ്യാൻ കൃത്യമായി ഉണ്ണി എന്ന് പറയുന്ന ഈ പൂജാരി ശ്രമിച്ചിട്ടുണ്ട് എന്നതിൽ ഇതിനേക്കാൾ വലിയൊരു തെളിവ് ആവശ്യമില്ല. ഒപ്പം യുവതിയെ പല കാര്യങ്ങളും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, നഗ്നയായി നിൽക്കണമെന്ന് പറയുന്നു. അങ്ങനെ നിന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു പൂജകൾ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് യുവതിയെ നിർബന്ധിച്ചു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. യുവതിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. തന്റെ നിസ്സഹായ അവസ്ഥയെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു ഭീഷണി തന്നെയാണ് ഇവിടെ ഈ പ്രതിയായിട്ടുള്ള അരുൺ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. മറ്റ് ചാത്തൻ സേവയാണ് ഇവിടെ പ്രധാനമായും നടത്തുന്നത്. അങ്ങനെ യുവതിയെയും കുട്ടികളെയും അപായപ്പെടുത്തുന്നതിന് വേണ്ടി മറ്റ് ചില ചാത്തൻ സേവകൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയത് തന്നെയാണ് യുവതി ഇത്തരത്തിൽ കേരളത്തിൽ വരികയും ഇയാളുടെ നിരന്തരമായിട്ടുള്ള ശല്യത്തെ തുടർന്ന് നഗ്നയായി നിന്ന് വീഡിയോ കോളിലേക്ക് വരെ വരാനെത്തിച്ച സാഹചര്യം ഈ ഒരു ഭീഷണി തന്നെയാണ്. ഏതായാലും മറ്റ് പരാതികൾ ഉണ്ടോ എന്നാണ് നമുക്കിനി അന്വേഷിക്കേണ്ടത്. സമാനമായ രീതിയിൽ ഇങ്ങനെ ഒരാളോട് ചെയ്തുവെങ്കിൽ, ഒരു നിസ്സഹായ ആയിട്ടുള്ള ഒരു സ്ത്രീയോട് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഇയാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റു ചിലരോടും ഇയാൾ നടത്തിയിട്ടുണ്ടാകും എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് പോലീസാണ് ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കേണ്ടത്. പോലീസ് എന്തായാലും വിശദമായി ഇതിനെ ഈ യുവതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇയാളുടെ ഫോൺ അടക്കം പരിശോധിക്കുന്ന ഘട്ടത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. മറ്റ് പരാതികൾ, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെ ഇയാൾ ഇതുപോലെ നഗ്നചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ടോ, മറ്റ് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, ഇതുപോലെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവരെയും ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെയും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണിത്. ഇവിടെ വെച്ചാണ് അശ്വതി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ സിനിമാ മേഖലയിലെ വളരെ നമുക്ക് സുപരിചിതരായിട്ടുള്ള പല സെലിബ്രിറ്റികളും പോയി പൂജ നടത്തുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് ഇവിടെ. വലിയ പരസ്യമാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വലിയ പ്രചാരണമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ലൈംഗിക ആരോപണ പരാതി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറിയതും. അശ്വതി, അതാണ് കീഴിലാണ്, പോലീസ് സ്റ്റേഷന് കീഴിലാണ് വരുന്നത്. ഈ പരാതി ഏത് പോലീസ് സ്റ്റേഷന് കീഴിലാണ് വരുന്നത്? അവരുടെ വാക്കുകൾ എങ്ങനെയാണ് ഈ കേസിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ? അശ്വതി, ഇത് കർണാടകയിലുള്ള വെല്ലാന്തൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ കേസ് വന്നിരിക്കുന്നത്. എന്തായാലും പരാതിയിൽ അറസ്റ്റ് നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ എന്തായാലും ഈ അരുൺ എന്ന് പറയുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പൂജാരിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലും കാരണം പരാതിക്ക് പിന്നിലുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഇതിലുണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനം, ഇതിന്റെ എല്ലാ വശവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ അരുണിനെ അറസ്റ്റ് ചെയ്ത് വിശദമായ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഒപ്പം ഈ യുവതിയുടെ നൽകിയ തെളിവുകൾ അതെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷം കൂടുതൽ പരാതികൾ ഇതിൽ ഉയരാൻ സാധ്യതയുണ്ടോ എന്നുകൂടി പോലീസിന്റെ പരിഗണനയിലുണ്ട്. കാരണം ഒരാളെ മാത്രമാണോ ഇത്തരത്തിൽ ഈ യുവതി
ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തിയും മറ്റ് ഈ ഉണ്ണി എന്ന് പറയുന്ന മറ്റൊരു പൂജാരിയും ചേർന്ന് ഈ ഒരു യുവതിയെ മാത്രമാണോ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്തതും എന്ന് അറിയേണ്ടതുണ്ട്. മറ്റാർക്കെങ്കിലും ഇതിൽ പരാതിയുണ്ടോ, മറ്റ് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാലും കർണാടകയിലെ വെല്ലന്തൂർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെടുമ്പോഴാണ് FIR അടക്കമുള്ള കാര്യങ്ങളും ചില തെളിവുകളും നമുക്ക് ലഭ്യമാകുന്നത്. പോലീസ് ഇതിന്റെ അന്വേഷണത്തിലാണ്. ഉണ്ണിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും തെരച്ചിലും ഒക്കെ. അതാണ് നവമി, അവിടെ ഒരു സംശയം വരുന്നത് കേരള പോലീസുമായി അവർ ബന്ധപ്പെട്ടിട്ടുണ്ടാകാമല്ലോ, സ്വാഭാവികമായും അങ്ങനെ ബന്ധപ്പെടേണ്ടി വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് കേരള പോലീസ് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയുന്നിടത്ത് ഒരു വ്യക്തത കുറവില്ലേ നവമി? അശ്വതി, ചിലപ്പോൾ അത് പോലീസ് പുറത്തേക്ക് പറയാത്തതായിരിക്കും. നമ്മളെന്തായാലും ഒരിക്കൽ കൂടി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നുണ്ട്. അവരോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാണ് ഇവിടെ എത്തി അറസ്റ്റ് ചെയ്തത്, കർണാടക പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ഈ പ്രാഥമികമായിട്ടുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് നമ്മൾ ഈ കർണാടക പോലീസ് ഇവിടെ എത്തി ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തി തിരിച്ചു പോയി എന്ന കാര്യം അറിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും കേരള പോലീസിനെ ബന്ധപ്പെടുന്നുണ്ട്, തൃശ്ശൂരിലെ പോലീസുമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ അറിയില്ല, അതിന്റെ വിശദമായി അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊന്ന് തിരക്കിയിട്ട് മറുപടി നൽകാമെന്നാണ് കേരള പോലീസിൽ നിന്നും തൃശ്ശൂർ പോലീസിൽ നിന്നും ലഭിക്കുന്ന മറുപടി. ഏതായാലും വൈകാതെ തന്നെ നമുക്ക് അതിലും ഒരു വ്യക്തത കൈവരാനാകും. അശ്വതി, അതാണ് എന്തായാലും ക്ഷേത്രത്തിൽ പൂജയ്ക്കായി എത്തിയ കർണാടക സ്വദേശിനിയായ സ്ത്രീയുടെ ഫോൺ നമ്പർ വാങ്ങിയ ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പീഡനം നടന്നിട്ടുള്ളത്. പൂജയ്ക്കായി ആവശ്യപ്പെട്ടത് 24,000 രൂപയാണ്. അതിനുശേഷം വാട്സാപ്പിൽ നിരന്തരമായി വീഡിയോ കോൾ ചെയ്തു, നഗ്ന വീഡിയോ അയച്ചു തരാൻ സ്ത്രീയോട് ആവശ്യപ്പെടുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിരന്തരം വിളിച്ചു, കുടുംബത്തെ ഇല്ലാതാക്കാൻ ഉതകുന്ന പൂജ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. നവമി, അവിടെയാണ് ആ വിശ്വാസത്തെ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ സാധിക്കുമെന്ന് ഈ തട്ടിപ്പ് വീരന്മാർക്കും കൃത്യമായി മനസ്സിലായി ആ സ്ത്രീയുടെ സംഭാഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഇടപെടലിൽ നിന്നോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചൂഷണം നടക്കുമെന്ന് മനസ്സിലായിക്കൊണ്ട് പിന്നീട് എപ്പോഴോ അവർ ഇവിടെ പൂജയ്ക്ക് വന്നതാണ്, പിന്നീട് അവരെ വിളിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും മാത്രമാണോ ഇനി ഇതിന് പിന്നിലുള്ളതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. അതെ അശ്വതി, അതിന്റെയൊക്കെ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വാട്സപ്പ് ചാറ്റ് കാണുമ്പോൾ തന്നെ അറിയാം, നിരവധി തവണ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്, നിരന്തരം മെസ്സേജുകൾ അയക്കുന്നുണ്ട്. പക്ഷെ യുവതി മറുപടി ഒന്നും നൽകുന്നില്ല എന്നതും നമുക്ക് ഈ ചാറ്റിൽ നവമിയിലേക്ക് വരാം. ഇപ്പോൾ ആ വാട്സപ്പ് കോളിന്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമാണ്, അത് പ്രേക്ഷകർക്കായി. ஹலோ ஹலோ சார். சொல்லுங்கள் சார். நான் இங்கே ஆஃபீஸில் வெளியில் வந்தேன். இப்போ சௌக்கியமா? சௌக்கியம் சார். சாய் சாப்பிட்டா? இப்போ எப்போ வருது இங்கிட்டு? நான் ஃப்ரைடே ஈவினிங்கு வரேன். ஃப்ரைடே ஈவினிங்கா? வித் ஃப்ரெண்டா? ஃப்ரெண்டு வருது. ரூம் எடுத்தா? இல்லை எனக்கு ரூம் எல்லாம் அங்கே தெரியாது. அப்போ சேம் டேட்டு கிளம்புவாங்க? இல்லை என் கூட தான் வருது. அது ஃப்ரெண்டு நான் 2 பேர் தான் வருது. டோட்டல் 2 பேரா? டோட்டல் 2 பேர் வருது. ஆமாம். ட்ரெயினா வரணும்? ட்ரெயினில். ரூம் எடுக்கல? எடுத்தில. இங்கே வந்து எடுக்கும்? ஆமாம். ஓகே. அந்த ஃப்ரைடே நைட்டு இங்கே எத்துமா? இல்லை ஃப்ரைடே நைட்டும் இங்கே ட்ரெயினும் இங்கே வரும். ஃப்ரைடே நைட்டா? இல்லை சாட்டர்டே மார்னிங். ஆமாம். ஓகே. அதுக்கு சண்டே திருச்சி போகும். திரும்பி எப்போ போகும்? சாட்டர்டே ஈவினிங்கு ட்ரெயினு. சாட்டர்டே ஈவினிங் போவோம். ஆ ஓகே.
ஸ்டே பண்ணலையா? அங்கே எதுவுமே தெரியாது இல்லையா எனக்கும். எங்கே ஸ்டே பண்ணுறது? அந்த ஃப்ரெண்ட் எங்க கம்பெனியா? இல்லை இல்லை, எனக்கு க்ளோஸ் ஃப்ரெண்டு தான். ஃப்ரெண்டா? ஆ കുഴപ്പമില്ല. അത് ഞാൻ വന്നാൽ കുഴപ്പമില്ല. நீங்கள் வரீங்களா? ആ ஆமாம். இல்லை, நீங்கள் கோயிலில் இருக்கிறது இல்லையா? ആ കോല ഇருக்கு. ஆ அப்புறமா நீங்கள் வரீங்களா? ഓക്കെ, അപ്പൊ കാണാം. നമുക്ക് നേരിട്ട് ഹോട്ടൽ എടുത്താലോ? ஆ ഹോട്ടൽ ബുക്ക് பண்ணலாம். ஓகே. അപ്പൊ என்ன டைம் ட்ரெயின் திரும்பி அங்க திரும்பி ட்ரெயின் டைம்? தெரியாது செக் பண்ணணும். തൃശ്ശൂർ ഹോട്ടൽ റൂം ബുക്ക് பண்ணலாம். ഞാൻ വരാം അങ്ങോട്ട് ഈവനിങ്ങിൽ. எனக்கு தெரியாது. அங்கே நான் அங்கே ஸ்டே ஆயில்லை. நான் அங்கே வந்து ഒരു அந்த ഫ്രണ്ടിനോട് சொல்லிட்டு റൂം അറേഞ്ച് பண்ண അവൻ വണ്ടിയിൽ വന്നിട്ട് അങ്ങ് ഡ്രോപ്പ് பண்ணிடும். ஓகே. നിന്റെ ഫ്രണ്ടിന് എന്ത് ചെയ്യും? ഞാൻ വരുമ്പോ റൂമിൽ ഞാൻ വരുമ്പോ പ്രശ്നം എടുക്കാം. ஆ ഞാൻ നിങ്ങൾ റൂമിൽ വന്നാൽ പ്രശ്നം എടുക്കാങ്ക് என் ஃப்ரெண்ட் நான் ஒரு ரூம் தான் பண்ணுவேன். ആ ഒരു റൂമിൽ ഞാൻ അങ്ങ് വന്ന പ്രോബ്ലം എടുക്കാം. ஆமாம். பின்ன யாருன்னு சொல்கிறது, என்ன சொல்கிறது? പിന്നെ என்ன பண்ணும்? என்ன பண்ணுது தெரியாது. என்ன பண்ணும்? ஆ പിന്നെ என்ன பண்ணும்? രണ്ട് റൂം എടുത്താൽ ഒരു റൂമിൽ അവിടെ എടുക്കുമോ? இருக்குது. സിംഗിൾ റൂം എടുക്കാം. சிங்கிளா? ആ அதே அங்கே எங்கே பண்ணது தெரியாது எனக்கு. റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് പണം. ஆ അപ്പൊ രണ്ട് റൂം എടുത്തു കഴിഞ്ഞാൽ ഒരു റൂമിൽ അവിടെ എടുക്കും, ഒരു റൂമിൽ നമ്മൾ എടുക്കും. ம் ഓക്കെ. சரி. നമുക്ക് രണ്ടാൾക്കും ഒരു 1 hour എടുക്കും. ഓക്കെ. நீங்கள்? ഞാനൊരു 1 hour വരാം. 1 hourലേക്ക് 1 മണിക്കൂർ നിന്റെ കൂടെ എടുക്കാം. ஆமாம். அங்கே கோயிலில் பேசுறது இல்லையா நீங்கள்? ഞാനത് മുടിഞ്ഞ് അങ്ങോട്ട് വരാം. ഒരു 1 o'clock, 2 o'clock, 3 o'clock, 4 o'clock ഞാൻ അങ്ങ് വരാം. மத்தியானம்? இல்லை, ஒரு பூஜை பண்ணணும், அது பேசணும் நீங்கள் கூட. அதுதான் இங்கே நான் கால் பண்ணிட்டு இருக்குது. கொஞ்சம் ப்ராப்ளம் ஆகிட்டு இருக்குது என் ஃப்ரெண்டுது. அதுதான். ஓகே. அப்போ இங்கே வந்துட்டு அரேஞ்ச் பண்ணலாம். ஓகே. அங்கேவா? ஓகே. അല്ലെങ്കിൽ ഒരു അറേഞ്ച് ചെയ്യാം. ഒരു ടൈം ഇപ്പോൾ നീ വാ, നെക്സ്റ്റ് ടൈം നീ തിങ്കളായി വാ. ഓക്കെ. அப்புறமா ஃப்ரெண்டு கூட்டின்னு வரணும்னா? ഇല്ല, ഇപ്പൊ വരുമ്പോ നീ ഫ്രണ്ടായിട്ടല്ലേ വരുന്നത്? ஆமாம். അപ്പോ ഞാനങ്ങ് ഹോട്ടലിൽ വന്നാൽ പ്രശ്നം എടുക്കുക. அந்த ഫ്രണ്ട് എന്തെങ്കിലും சொல்லுமா? ஆமாம். அப்போ எங்கே காண முடியலல்ல? இல்லை, நான் கோயிலுக்கு வந்து நீங்கள் கூட பேசிட்டு வரேன். கோவிலில் இருந்து பேசானா? നോക്കാം. ഞാൻ റൂം അറേഞ്ച് பண்ணியா എനിക്ക് അങ്ങ് വരാൻ പറ്റുമോ? அதுதான் நான் சொல்றேன். എനിക്ക് വരാൻ முடியல റൂമിൽ.
പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരിയും പരാതിക്കാരിയും തമ്മിലുള്ള ഓഡിയോ സംഭാഷണമാണ്, വാട്സപ്പ് സംഭാഷണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. എന്തായാലും ഇപ്പോൾ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു, ഒരാൾ ഒളിവിലാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന് വീണ്ടും വാർത്തയിലേക്ക്. നിലമ്പൂർ പൂക്കോട്ടും പാടത്ത് കരടിയെ കണ്ടതായി നാട്ടുകാർ. പൊട്ടിക്കൽ പാറയ്ക്കൽ കുടുംബക്ഷേത്രത്തിലാണ് കരടിയെ കണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിന് സമീപത്താണ് കരടിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകണമെന്ന് പലരും പറയുന്നത് ഇവിടുത്തെ വന്യജീവി സംഘർഷമാണ്. വനമേഖലയാണ്. വനമേഖല എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് പിന്നിൽ കാണുന്നൊരു വനമേഖലയെന്ന് തോന്നാം. റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു 5-10 മീറ്ററുകൾ മാറിയാൽ ചുറ്റും വീടുകളാണ്. വനമേഖലയും വീടുകളും ജനവാസ മേഖലകളും അതിർത്തി പങ്കിടുന്ന, അല്ലെങ്കിൽ അതിർത്തി ഇല്ലാത്ത സ്ഥലമാണ് ഈ പൂക്കോട്ടുപാടം ഉൾപ്പെടെയുള്ള നിലമ്പൂർ മണ്ഡലത്തിലെ പല പ്രദേശങ്ങളും. ഇവിടെ ഇന്നലെ രാത്രിയാണ് ഒരു കരടി ഇറങ്ങിയതായി നാട്ടുകാർ സംശയിക്കുന്നത്. വെറും സംശയമല്ല, അവർക്ക് അതിനുള്ള കാരണങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ഇവിടെ ഈ പൂക്കോട്ടുപാടം പൊട്ടിക്കലിലെ ഒരു കുടുംബക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. കോളനി റോഡിലെ കുടുംബക്ഷേത്രം. ഇവിടെ നിരവധി ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഈ കോളനി റോഡിലെ ക്ഷേത്രത്തിനുള്ളിലാണ് കരടിയെ കണ്ടതായുള്ള വിവരമുള്ളത്. ആളുകൾ ആരോപിക്കുന്നത് ഇവിടെ ഈ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്, ദൈവത്തിന്റെ ഗണപതിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒക്കെ പ്രതിഷ്ഠയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതിനുള്ളിൽ നമുക്കൊരു പക്ഷേ ഇവരുടെ ഒരു ആരോപണം ആശങ്ക മാത്രമല്ല, അതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് കാണാം. ഈ ചുമരിലേക്കുള്ള പാടുകൾ നമുക്കത് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കരടി ചവിട്ടിയ പാടുകളാണ്. മനുഷ്യരാരും ഇങ്ങനെ കയറി ചവിട്ടുന്ന സ്ഥലമല്ല. ഈ ഭാഗത്ത് ചവിട്ടിയ പാടുകളുണ്ട്. ഇപ്പുറത്തെ ചുവരിലും അതേപോലെ പാടുകൾ കാണാം. പുറത്തും ആ രീതിയിൽ രണ്ട് പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളാണ്. ഇതിനുള്ളിൽ വെളിച്ചമൊക്കെ കുറവുണ്ടെന്ന് തോന്നുന്നു. അവിടെ ചവിട്ടി ഈ പ്രതിഷ്ഠയും മറ്റേ വിളക്കുമൊക്കെ ചവിട്ടി ഇട്ടിരിക്കുന്ന പാടുകൾ നമുക്ക് കാണാം. ഈ പൂട്ട് തകർത്താണ് കരടി ഉള്ളിൽ കയറിയതെന്ന് കൂടി ഇവിടെ നാട്ടുകാർ പറയുന്നു. അതിൻ്റെ അകത്തൊക്കെ അതിന് പാടുകൾ കൃത്യമായി തന്നെ ഈ കരടി വന്നതിൻ്റെ പാടുകൾ നമുക്ക് കാണാം. പുറത്ത് എണ്ണക്കുപ്പി, 3 കുപ്പി എണ്ണയോ മറ്റോ ഇതിനുള്ളിൽ പൊട്ടി, ഈ ക്ഷേത്രത്തിൻ്റെ വാതിൽ പൊട്ടിയ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അവിടെ ഈ 3 കുപ്പി എണ്ണ ഇത് കുടിച്ചിരുന്നു, നെയ്യ് വെച്ചിരുന്നു, നെയ്യ് കുടിച്ചിട്ട് ഈ കരടി കുടിച്ച് ബാക്കിയിട്ട് പോയ കുപ്പി എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വാഭാവികം അവർക്കിതൊരു ഇവിടെ ഒരു പുതിയ അനുഭവമാണ്. പക്ഷേ ഇവിടെ കരടി ശല്യമുള്ള പ്രദേശമാണ്. ഇവിടുത്തെ നാട്ടുകാർ ഈ ചേട്ടാ പേരെന്താ ചേട്ടാ? ഹംസ തൊട്ട് മുന്നിൽ താമസിക്കുന്ന ആളാണ്. കടയാണോ? വീട് അവിടെയാണ്. ഇദ്ദേഹമാണ് ഇവിടെ ഒരു ശബ്ദം, വാതിൽ ചവിട്ടി പൊളിക്കുന്ന ശബ്ദം. എന്താണ് ഈ 5 മണിയോടുകൂടി കേട്ടതെന്ന്? വാതിൽ നമ്മൾ ആള് ചവിട്ടണ മാതിരി എന്താ ഒരു വാതിൽ ചവിട്ടി തുറക്കണ കുറച്ചു നേരം ഒന്നും, പിന്നെ ഒരു ലൈറ്റ് അടിച്ചു, പിന്നെ ശബ്ദം കേട്ടു. അപ്പോഴും നോക്കിയോ? ഇല്ല. നോക്കുമ്പോ ഒന്നും കാണാനില്ല. ഈ വീട്ടുകാർ, ഈ കുടുംബക്ഷേത്ര വീട്ടുകാരും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ കുട്ടികളൊക്കെ ഇവിടെ മദ്രസയിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെയാണ്. എല്ലാം മുഴുവൻ ഈ ജനവാസ മേഖലയാണ്. കാടും നാടും തമ്മിൽ വ്യത്യാസമില്ലാത്ത സ്ഥലമാണ്. എന്താണ് ഈ ഇവിടുത്തെ വീട്ടുകാരാണ് അല്ലേ? പേരെന്താ? രുക്മിണി. ഈ എത്ര മണിക്കാ സാധാരണ ഇവിടെ വിളക്ക് വയ്ക്കാനൊക്കെ? രാവിലെ 6:30 വരും. രാവിലെ 6:30 ഞാൻ വിളക്ക് വെക്കാൻ വന്ന് ഇവിടെ ഉമ്മർത്ത് വന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് കയറിന് വഴി ഞാൻ അടച്ചിട്ടുണ്ട്, അത് തുറന്നില്ല. അപ്പോൾ ഇവിടെ നട തുറന്ന് വെച്ച് കണ്ടു. അപ്പോൾ വിചാരിച്ചു ഇന്നലെ നട അടയ്ക്കാതെ പോയതാണ്. അതിൽ ഞാൻ ഇവിടെ മുറ്റത്തിൻ്റെ നടുക്കേക്ക് വന്നപ്പോൾ നട തുറന്നതൊക്കെ ആകെ തകർത്ത. രാത്രി എപ്പോഴാണ് അടച്ചിട്ട് പോയത്? 6 മണിക്ക് വിളക്ക് വയ്ക്കും, 6:30 ആകുമ്പോൾ പോകും. രാവിലെ 6:30 ഇവിടെ നിന്ന് വിളക്ക് വയ്ക്കും. അപ്പോൾ വന്നപ്പോൾ അത് കണ്ടത്. അതിൽ ഞാൻ ആകെ പേടിച്ചു. എന്താണെന്ന് അറിയാല, കുട്ടികളെ വിളിച്ചു. എൻ്റെ കുട്ടി തന്നെ ഉണ്ട് താഴത്തൊരു വീട് വെച്ച് വയ്ക്കണേ. ഓനെ വിളിച്ചു, ഓൻ വണ്ടി വന്നു. പിന്നെ എൻ്റെ വലിയ ഭാഗം കുറച്ച് വിട്ടാണ്, ഓനെ വിളിച്ചു, ഓൻ വന്നു. പിന്നെ നാട്ടുകാരൊക്കെ എത്തി. അങ്ങനെ കണ്ടത്. എന്തൊക്കെയാണ് ഇവിടെ നഷ്ടമുണ്ടായി? പിന്നെ അത് പൊളിച്ചിട്ടുണ്ട്. പിന്നെ പീഠം 2-3 തളർത്തിട്ടാണ്. പിന്നെ അതിനൊരു വാള് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അതൊക്കെ താഴത്തേക്ക് ചാടിച്ചിട്ടുണ്ട്. എണ്ണകൾ കുടിച്ചിട്ടുണ്ട്.
നെയ്യൊക്കെ ഇവിടെ വെച്ചിട്ടെ ആ ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് വെക്കണത്. അതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെക്കല്. ഓ പെട്ടി പറിച്ചിടാൻ ശ്രമിച്ചില്ല. ആ പെട്ടിയാണ് ഒന്ന് കാണിക്കാക്കില്ല. ആ പെട്ടി ഒന്ന് ഇത് കരടിയുടെ മാന്തിയപാട് നഖത്തിന്റെ പാടാണെന്ന് അല്ലേ? ഫോറസ്റ്റർ വന്നിട്ട് അത് കൺഫേം ചെയ്തു. ഫോറസ്റ്റ് കൺഫേം ചെയ്തു. ഫോറസ്റ്റർ വന്നിരുന്നു. ഇത് ഏത് ഫോറസ്റ്റ് ഡിവിഷൻ കിട്ടുന്ന സ്ഥലമാണത്? അശ്വതി, ഇതിന്റെ ഉള്ളിൽ എണ്ണയൊക്കെ വച്ചിരിക്കുന്ന പെട്ടിയാണ്. അത് മറിച്ചിടാൻ ശ്രമിച്ചു, പക്ഷെ ആ രീതിയിൽ അത് മറിച്ചിടാൻ കഴിഞ്ഞില്ല. ഈ ഭാഗത്തുമൊക്കെ ഇവിടെ കാൽപ്പാടുകളുണ്ട്. ഇത് ഇവിടുത്തെ ഒരു അമ്പലങ്ങളിലെ തിടപ്പള്ളി പോലത്തെ സ്ഥലമാണ്, തിടപ്പള്ളിയാണ്. അതിനുള്ളിൽ ഈ കരടിയുടെ കാൽപ്പാടുകൾ നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെങ്കിൽ ഈ കാൽപ്പാടുകൾ കാണാം. ഈ രീതിയിൽ ഇവിടെ കാൽപ്പാടുകളുണ്ട്. ഈ ഭാഗത്തുമൊക്കെ കരടി കയറി ഇറങ്ങി പോയിട്ടുണ്ട്. ഈ വിളക്കും മറ്റുള്ള എണ്ണയും തിരിയും ഒക്കെ മറിച്ചിട്ടിട്ടുണ്ട് ഈ ഭാഗത്തും. ഇതിന് തൊട്ട് പിന്നിലുള്ള ഒരു സ്ഥലമുണ്ട്, ഈ ഒരു ചെറിയൊരു മതിൽ, അതിന് പിന്നിൽ കാട് പോലുള്ള പ്രദേശമാണ്. ഇത് ചാടിക്കടന്നാണ് വന്നതെന്നാണ് ഇവർ കരുതുന്നത്. ഈ ഭാഗത്തൊക്കെ ഈ ഇത്തരത്തിൽ പൊളിച്ച് ഈ ഓട് വച്ചിരുന്ന സ്ഥലമാണ്. അത് പൊളിച്ച് ചാടി വന്ന പാടുകൾ ഇവിടെ കാണാം. ഇനിയും ഈ കരടിയെ പറ്റിയുള്ള കഥകൾ ആളുകൾക്ക് പുതിയ സംഭവമല്ല. അവർക്ക് ഇതിനു മുമ്പും ഈ കരടിയെ പറ്റി അറിയാം. ഇതിനു മുമ്പ് ഇവിടെ കരടിയെ കണ്ട പ്രദേശം. ഇപ്പോൾ ഒരു പ്രചരണ വാഹനം കൂടി പോവുകയാണ് ഇതുവഴി. തെരഞ്ഞെടുപ്പ് സമയമാണ്. ഒരു പ്രചരണ വാഹനം ഇതുവഴി കടന്നു പോകുന്നു. ഇത്തരത്തിൽ ഈ ജനങ്ങളുടെ പ്രധാന വിഷയമാണിത്, വിഷയം മാറുകയാണിത്. എന്താണ് ഈ കരടി നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്? എന്താണ് കരടിയുടെ നേരത്തെ ഇവിടെ വന്നിട്ട് ഇതേമാതിരി തേനീച്ചപ്പെട്ടികളൊക്കെ ചവിട്ടി മറിച്ചിട്ട് തേനൊക്കെ കുടിച്ച് ഒരുപാട് ആളുകൾക്ക് നാശം. ഈ ഭാഗത്ത് ഈ തേൾപ്പാറ ഇങ്ങനെ കണ്ടി കൊമ്പങ്കല്ല് ഭാഗത്ത് കൂടി ഇങ്ങനെയുള്ള പൊട്ടിക്കല്ല് ഈ ഭാഗത്ത് കൂടിയുള്ള എല്ലാം ഒരുപാട് തേനീച്ചപ്പെട്ടികൾ നഷ്ടപ്പെടുത്തിയിരുന്നു. അതിന് ഞങ്ങൾ പരാതി ഫോറസ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂട് വെച്ച് കുറേ വെച്ചിട്ടൊന്നും കിട്ടാതെ പിന്നെ അമ്പലത്തിൻ്റെ അവിടെ കണ്ടു. അമ്പലത്തിൻ്റെ അവിടെ വീണ്ടും കൂട് വെച്ച് ക്യാമറ വെച്ചപ്പോൾ അതിൽ കുടുങ്ങി ഇവരെന്ത് അതിപ്പോൾ ഒരു 4 മാസമായോ, 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. പിടിച്ചിട്ട് ഓല് കൊണ്ടേ വിട്ടു. അത് യൂട്യൂബിൽ കൊണ്ടേ ഓല് ഇവിടെ അടുത്ത് തന്നെയാണ്, നെടുങ്കായ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് നെടുങ്കായ കൊണ്ടേ വിട്ട് ഒരു 15 ദിവസമൊന്നും അതിനൊക്കെ ഇല്ല. വേറെ 3 എണ്ണത്തിനെ കണ്ടു പറഞ്ഞു. ഇവിടെ ആളുകൾ നടക്കാൻ പോയപ്പോൾ രാവിലെ 5:30 മണിക്ക് ഈ നടക്കൽ കഴിഞ്ഞാൽ ഇതൊന്നും ഒരു അമ്പലത്തിനും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ആ കൊണ്ടേ വിട്ടത് തന്നെയാണെന്ന് പറയാനുള്ള കാരണം ഇത് അമ്പലത്തിൽ നിന്ന് എണ്ണ കുടിച്ച് ചേലായിക്കണതിന്. പക്ഷേ ഇതൊരു അമ്പലക്കരടി എന്നാണ് ഇവർ പറയുന്നത്. കാരണം നേരത്തെ അമ്പലത്തിൽ കയറി എണ്ണ കുടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വലിയൊരു അമ്പലം ഇവിടെ തേൾപ്പാറ അമ്പലത്തിൽ പോലും കയറി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ കിട്ടിയതെന്ന്. എണ്ണ വെച്ചിക്കാണ്ട് തന്നെയാണ് പിടിച്ചത്. എണ്ണ വെച്ചിട്ട് തന്നെയാണ് അന്ന് പിടിച്ചിരിക്കുന്നവര്. ഇതിനെ കിട്ടിയില്ല. ഇവരെ അടുത്ത് കൊണ്ടേ വിട്ടു. ഈ സാധനത്തിന് ഇവിടുന്ന് എത്രയും ഇനി പിടിച്ചു കഴിഞ്ഞാൽ ഈ പരിസരത്ത് ഇതിനെ കാണാൻ പറ്റില്ല. കാരണം ഞങ്ങൾ എല്ലാം ഇവിടെ കൊച്ചു കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ഇവിടെ ഈ റോട്ടിൽ കൂടി ഇതിലൊക്കെ പച്ചപ്പകല് ഇപ്പോൾ 5-5:30 മണിക്കൊക്കെയാണ് മദ്രസക്ക് പോണത്. അതേമാതിരി ടാപ്പിങ്ങർ പോണത്. പെൺകുട്ടികൾ കൂടുതൽ സ്കൂട്ടിമേൽ യാത്ര ചെയ്യണോ, അല്ല റോട്ടിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരും കുട്ടി പറഞ്ഞ് വീകും. പേടിയുണ്ടോ ഇതില്? പേരെന്താ പോന്റെ? മുഹമ്മദ് റനാൻ. പേടിയുണ്ടോ കരടിയൊക്കെ വന്നതല്ലേ? ഉണ്ടല്ലേ. മദ്രസയിലേക്ക് എത്ര മണിക്ക് പോകുന്നേ? 6 മണിക്ക് മദ്രസയിൽ പോകും. ഏതാണ്ട് 5-5:15 കൂടിയാണ് ഇവിടെയൊക്കെ വന്നത്. ഇവിടെ വേറെ മറ്റു കുട്ടികൾ കൂടിയുണ്ട്. ഈ ഇവിടെയല്ലേ വീട്? മോളുടെ വീട് ഇവിടെയല്ലേ? പേരെന്താ? കൃഷ്ണ. ഇനി എങ്ങനെ പുറത്തിറങ്ങാനൊക്കെ പേടിയുണ്ടല്ലേ? കരടി നേരത്തെ കണ്ടിട്ടില്ലേ എന്ന് പറയുന്നത്? ഇവരും കണ്ടിട്ടില്ല. ഈ ഭാഗത്തുമൊക്കെ അതെ കുട്ടികളുടെയൊക്കെ ഒരു ഇവിടെ ഒരു ഇതിൻ്റെ ഒരു മുത്തപ്പൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉള്ള ഭാഗമാണ്. അവിടെ ഒരു ഫ്ലക്സ് കീറിയിട്ടിട്ടുണ്ട്. അതും ഈ എണ്ണ എടുക്കാനുള്ള ശ്രമമാണ്. അതിനകത്ത് ഇത് പൂട്ടുള്ളത് കൊണ്ട് തന്നെ തുറക്കാൻ പറ്റില്ല എന്ന് വേണം കരുതാൻ. ഇതിനുള്ളിൽ എണ്ണയുണ്ട്, അത് എടുക്കാനുള്ള ശ്രമമായിരിക്കാം. എണ്ണ കുടിക്കാൻ വന്ന കരടിയാണ്. ഇത്തരത്തിൽ അമ്പലങ്ങൾ സ്ഥിരം വരുന്ന കരടിയാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അത്തരത്തിൽ ഇവിടെ ഈ ഫ്ലക്സൊക്കെ കീറി നശിപ്പിച്ചിട്ടുണ്ട്, മറിച്ചിട്ടിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ്. ചുറ്റും കാട്, എന്നാൽ വീടുകളും ചുറ്റുമുണ്ട്. ഇത്തരത്തിൽ ഈ ക്ഷേത്രം കുടുംബക്ഷേത്രമാണ്. ഇവിടെ ഇതിന് തൊട്ട് ഈ ഒരു മതിൽ കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ ഒരു ഭീകരത എത്രത്തോളം ജനങ്ങളുടെ പ്രശ്നമാണെന്ന് തെളിയിക്കാനുള്ള ഇതൊരു മതിൽ കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു മറ വച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ വീടാണ്, ചുറ്റും വീടുകളാണ്. ഇത് മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെയാണ്. സ്വാഭാവികമായ തൊട്ടപ്പുറത്ത് വീടുകളുണ്ട്. ആ വീടുകളുടെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. അതായത് ഇത് തൊട്ടുപുറകിൽ വീണ്ടും വീടുകളുണ്ട്. അതിന് മുന്നിൽ റോഡാണ്. എതിർവശത്ത് വീടുകളുണ്ട്. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. അവരൊക്കെ തികഞ്ഞ ആശങ്കയിലാണ്. ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ആളുകൾ ഇത്തരത്തിൽ നമ്മൾ വന്ന ഉടൻ തന്നെ ഇങ്ങനെ കൂടി നിൽക്കണം, എത്രത്തോളം ആശങ്കയാണ്. ഇത് സ്വാഭാവികമായി ഇത് വെറുതെ ഒരു പലപ്പോഴും നമ്മൾ പുലി ഇറങ്ങി കടുവ ഇറങ്ങി എന്നൊക്കെ കേട്ട് ഒരു കള്ളപ്രചരണം പലയിടം വരാറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ആളുകൾക്ക് അനുഭവമുള്ളതാണ്. നേരത്തെ ഇവിടെ കരടി ഇറങ്ങിയ സംഭവങ്ങൾ അവർ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളത് അല്ലേ? അങ്ങനെയല്ലേ? അതിൻ്റെ ഒരു ആശങ്കയല്ലേ ഉള്ളത്? അതിന് മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് സാധനം. ഇത് മുന്നേ കുറേ അമ്പലത്തിൽ കുറേ
അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു ഫസ്റ്റ് ആദ്യമായിട്ട് വന്നത് അവിടെയാണ്, അയ്യപ്പ ക്ഷേത്രത്തിൽ, തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിൽ. അതിൻ്റെ പിന്നെ ഡോറൊക്കെ തകർത്ത് എന്നിട്ട് പിന്നെ ഗ്രില്ലിട്ട് അതിന് ശേഷമാണ് കൊമ്പങ്കല്ല് എന്ന സ്ഥലത്ത് പിന്നെ ഉണ്ണി എന്നൊക്കെ പറയും, ഉണ്ണീൻ്റെ വീട്ടിൽ അതുപോലെ അവിടെ അമ്പലത്തിൽ കയറി അതുവരെ ഡോർ തകർത്തു. അത് തകർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ തന്നെ ഗ്രില്ലിട്ടു. അത് കഴിഞ്ഞിട്ട് കൂട് വെച്ചു, ഫോറസ്റ്റുകാർ കൂട് വെച്ചു. ഇവിടെ CCTV ഒന്നും ഇല്ല നമുക്ക് അങ്ങനെ തെളിയിക്കാൻ. വനംവകുപ്പ് വന്നിരുന്നെങ്കിലും CCTV വെക്കുമെന്ന് പറഞ്ഞിരുന്നു. വന്നിട്ട് എന്താ പറഞ്ഞില്ല? അവരൊന്നും പറഞ്ഞില്ല. അവർ വന്ന് രാത്രി ആകുമ്പോൾ ഇവിടെ നിരീക്ഷണത്തിന് വരും എന്ന് പറഞ്ഞു. രാവിലെ വന്നിരുന്നു, അവർ വിളിച്ചിട്ട് ആദ്യം അവർ തന്നെ വന്നിരുന്നു. അവർ രാത്രി നിരീക്ഷണത്തിന് വരുന്നു. എന്ത് ധൈര്യത്തിൽ നിങ്ങൾ രാത്രിയൊക്കെ ഇവിടെ പുറത്ത്? ഇവിടെ ഞങ്ങൾക്ക് ഒരു ധൈര്യമില്ല. ഇതുവരെ ഇവിടെ കരടി ഒരു മനുഷ്യനെ പിടിച്ചിരുന്നു. അത് നരി പിടിച്ചിരുന്നു. നരി പിടിച്ചിട്ട് അതിന് കൂട് വെച്ചിട്ട് കിട്ടിയത് പുലിനെയാണ്. നാട്ടിൽ ഫുള്ളായിട്ട് മൃഗങ്ങളാണ്. ഇപ്പോൾ മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കോലത്തിലാണ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ഇതിനെ പിടിച്ചു കഴിഞ്ഞാലും ഈ പരിസരത്ത് അതിനെ വെക്കാൻ പറ്റില്ല. ഇനി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിലൊന്ന് മുറ്റി ഇറങ്ങും. കാരണം ഇപ്പൊ ഒന്ന് പിടിച്ചു കൊണ്ടുപോയി ആ സാധനം തന്നെ അത് മാത്രം ഇവിടെ കണ്ടത്. CCTV പിടിച്ചോണ്ട് വലിയ കരടിയാണോ? നല്ല വലിപ്പമുള്ള കരടി തന്നെ. വീടുണ്ട്, കൊണ്ടുപോയി വീടുന്നത് വരെ വീഡിയോ ഉണ്ട്. ഉണ്ട്, യൂട്യൂബിലുണ്ട്. കാരണം അവർ കൊണ്ടുപോയി വിട്ടതൊക്കെ ഇവിടെ അടുത്താണ്. നെടുങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഉള്ളിക്കാൻ പോയിട്ട് ഒരു മാറിയില്ല. അത് നേരെ ഇവിടെ തന്നെയാണ്. ഇപ്പൊ ഈ കരടിനെ പിടിച്ചിന്റെ അടുത്ത് തന്നെയാണത്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശരിക്കും ഇവിടുത്തെ ഫോറസ്റ്റുകാരോടൊക്കെ നമ്മൾ ഓലൊക്കെ വന്നിപ്പോ നോക്കി പോയതാണ്. ഓല് വരും പോവും. പിന്നെ ഇപ്പൊ അതിന് അതേമാതിരി തന്നെയായിരുന്നു. ആ നരിനെ കണ്ടിട്ട് കൂട് വെക്കാൻ പറഞ്ഞിട്ട് ഒരു സമ്മതിച്ചിട്ട് വെച്ചില്ല. ഇപ്പൊ എന്നിട്ട് ഒച്ചമ്പുളി ഉണ്ടാക്കി വെച്ചപ്പോ കിട്ടിയത് എന്താ പുലിയ. അതുതന്നെയാണ്. നരിയുണ്ട്, പുലിയെ സമീപത്ത് പിടികൂടിയിട്ടുണ്ട്, കരടിയുണ്ട്. നമുക്ക് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി, നിലമ്പൂർ പൊതുവിൽ ഇത്തരത്തിലാണ്. വനമേഖലയും അതുപോലെ തന്നെ ജനവാസ മേഖലയും ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിത്. നമുക്കിതൊരു കമുകിൻ തോട്ടമായോ അല്ലെങ്കിൽ അത്തരം റബ്ബർ തോട്ടമായോ ഒക്കെ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം വനമേഖലയാണ്, വനാതിർത്തി തന്നെയാണ്, വനമായി പരിഗണിക്കുന്ന സ്ഥലം തന്നെയാണ്. അതിനോട് ചേർന്നാണ് ഈ ജനവാസ മേഖല. അവിടെ ഇത്തരത്തിൽ നിരന്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ജനം അത്യന്തം ഇതിന് തൊട്ട് പിന്നിലുള്ള റോഡാണ് നമ്മൾ കാണുന്നത്. റോഡിൽ നിന്ന് മീറ്ററുകൾ പോലും പറയാൻ പോലുള്ള ദൂരം പോലും ഇല്ല, അത്ര അടുത്തുള്ള പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ കരടി ഇറങ്ങിയതായി നാട്ടുകാർ പറയുന്നത്. ഇത് വെറും ഒരു ആശങ്കയായോ അഭ്യൂഹമായോ ഒന്നും നമുക്ക് കാണണമെങ്കിൽ വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നു ഇത് കരടി തന്നെയാണ്, കരടിയുടെ കാൽപ്പാടാണ്. അങ്ങനെ ഒരു നാട്ടുകാർ മുഴുവൻ, ഒരു നാട് മുഴുവൻ ആശങ്കയിലാണ്. അശ്വതി, വലിയ ഭയത്തിലാണ് അവർ. എന്ത് ചെയ്യണം, എങ്ങനെ പുറത്തിറങ്ങണം? കൊച്ചുകുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്. അവരെങ്ങനെ പുറത്തിറങ്ങി ജീവിക്കുമെന്ന ചോദ്യമാണ്. ഇതും ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ പരസ്പരം പഴിചാരുന്നു. പക്ഷേ ജനങ്ങൾ ഭീതിയിലാണ്. ഇത്തരം വിഷയങ്ങൾ കൂടി ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പോകേണ്ടതാണെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും അരുൺ, 2 ദിവസം കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകേണ്ട ജനങ്ങളാണ്. പക്ഷെ അവർക്ക് വലിയ ഭീതിയുണ്ട്. വന്യമൃഗശല്യത്തിന്റെ കാര്യമൊക്കെ അവർ ഉയർത്തിക്കാട്ടുന്നു, അത് ചർച്ചയാകുന്നു. അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു ആശങ്ക അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ നേർചിത്രമാണ് വി അരുൺ അവിടെ നിന്ന് നൽകിയത്. ആ വനപാലകരെത്തി അത് കരടി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചതിനപ്പുറത്തേക്ക് എന്ത് നടപടി ഉണ്ടായി എന്നുള്ള വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ചാരുമൂട് താമരക്കുളത്ത് കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. താമരക്കുളം സ്വദേശി ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. പന്നിക്കെണിയിൽ നിന്നാണ് ഷോക്കേറ്റതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കൃഷിയിടത്തിന് സമീപത്തെ പറമ്പിലാണ് ശിവൻകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടത്. തുടർന്ന് നൂറനാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. സംഭവത്തിൽ നൂർനാട് പോലീസ് അന്വേഷണം തുടങ്ങി. KSEBയും സ്ഥലത്ത് പരിശോധന നടത്തി. വൈദ്യുത മോഷണം നടന്നിട്ടുണ്ടോ എന്നും KSEB പരിശോധിക്കുന്നുണ്ട്. മരിച്ച ശിവൻകുട്ടി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ശേഷമാണ് കൃഷി തുടങ്ങിയത്. നിലമ്പൂരിൽ നാളെ കൊട്ടിക്കലാശം. CPM ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമി ആരോപണത്തിന് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവന ഉയർത്തി UDFന്റെ പ്രതിരോധം. പരസ്യപ്രചരണത്തിന് നാളെ പൂട്ടുവീഴാനിരിക്കെ വനം വന്യജീവി പ്രശ്നങ്ങൾ അടക്കം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. തുടർച്ചയായ 7ാമത്തെ ദിവസവും UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യ ആയുധം. ഇന്നലെ പൊതുയോഗത്തിൽ സംസാരിച്ച പ്രിയങ്ക ഗാന്ധി ജമാഅത്തെ വിഷയത്തിൽ മൗനം പാലിച്ചത് CPM ഉയർത്തിക്കാട്ടുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുചേരുന്ന അസോസിയേറ്റ് അംഗത്വം കൊടുക്കുന്ന ഈ കേരളത്തിലെ UDF, അതിൻ്റെ കോൺഗ്രസ് ലീഗ്, ഇവരുടെ നിലപാട് എന്താണ്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് പറയാൻ പ്രിയങ്ക ഗാന്ധിയോട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു. UDF ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിരായുധരായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒപ്പിച്ച് പോവുകയാണ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമുമായി ചേരുന്ന നിലപാട് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ്. UDF കരുതി വച്ചിരിക്കുന്ന മറുപടി മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവനയാണ്. അവസാന ലാപ്പിൽ CPMനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഇത് ഉപയോഗിക്കുന്നു. നിലമ്പൂരിലെ രാഷ്ട്രീയ വേദികളിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാണ് ആവശ്യം.
ആ നാടുകളിൽ നിന്ന് കിട്ടുന്നതെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകം അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ടു, ഇത് മലപ്പുറത്തിനോടുള്ള അദ്ദേഹം കാണിച്ച വഞ്ചനയാണ്, അതിന് അദ്ദേഹം മാപ്പ് പറയണം. അദ്ദേഹം 3 ദിവസം ഇവിടെ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല. എന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല, മാപ്പ് പറയുന്നു പറഞ്ഞിട്ടില്ല. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായി നിലമ്പൂരിൽ UDF ഈ ചർച്ച ഉയർത്തിവിടുന്നതിന്റെ പ്രതിസന്ധി CPM മനസ്സിലാക്കുന്നു. മലപ്പുറം ജില്ലയുടെ രൂപീകരണ ചരിത്രം അടക്കം ഓർമ്മിപ്പിച്ചാണ് CPMന്റെ മറുപടി. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടി പാകിസ്ഥാനാവുമെന്ന് പറഞ്ഞവരാ കോൺഗ്രസ്. 1967 ഗവൺമെന്റ് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായി വഴിക്കടവെന്ന് സത്യാഗ്രഹം ആരംഭിക്കുകയും അവിടുന്ന് പ്രകടനം ആരംഭിച്ച് കോഴിക്കോടേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പിതാവ്. വനം വന്യജീവി വിഷയങ്ങൾ അവസാന ലാപ്പിൽ വീണ്ടും ഉയരുന്നു. വനമേഖലകൾ അതിർത്തി പങ്കിടുന്ന നിലമ്പൂരിൽ അവസാന മണിക്കൂറുകളിൽ ഈ വിഷയം UDFന് തുറുപ്പുചീട്ടാണ്. വന്യജീവി ആക്രമണത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിനൊരു പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ 2 കേസിലെ പ്രതിയാണ് ഞാൻ. 1-ാം പ്രതിയായിട്ട് എന്നെ കേസെടുത്തത് ഇടതുപക്ഷ ഭരണകൂടം. കാട്ടുപോത്തിറങ്ങി ബഹളമുണ്ടാക്കിയപ്പോൾ അതിനവിടെ വെടിവെച്ചത് ഇതേ നിയമമുള്ള സമയത്താണ്. കടുവയും പുലിയൊക്കെ നമ്മുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വരുന്നത് പോലെ അയൽവക്കത്തെ പൂച്ച വരുന്ന പോലെയാണ്. ആ ലാഘവത്തോടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ കാണുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് നേരത്തെ UDF ഭരണകാലത്ത്. CPM നേതാക്കളുടെ മറുപടി ഇങ്ങനെ: മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും അവരുടെ കൃഷിക്കും സംരക്ഷണം കൊടുക്കും വിധത്തിൽ, അതുകൂടി ഉറപ്പാക്കും വിധത്തിൽ വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം എന്ന് അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്കുണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വളരെ വിപുലമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് അംഗീകാരം കിട്ടണം, അതിന് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കണം. പരസ്യപ്രചരണത്തിന് നാളെ തിരശ്ശീല വീഴാനിരിക്കെ വിഷയങ്ങൾ മാറി മാറി പ്രയോഗിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. PV അൻവർ അവസാന ദിവസങ്ങളിൽ നടത്തുന്ന വമ്പൻ പ്രചരണം വോട്ട് ചർച്ച ഉണ്ടാക്കുമോ എന്ന ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട്. ന്യൂസ് 18 നിലമ്പൂർ. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ചട്ടലംഘനം ആരോപിച്ച UDF ക്ഷേമ പെൻഷൻ സംബന്ധിച്ച പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്താൻ പാടില്ലായിരുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ന്യൂസ് 18നോട് പറഞ്ഞു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതാവും ജനം ചർച്ച ചെയ്യുകയെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ്. പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ആദ്യം സ്വീകരിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഇവിടെ ഒരു വിഷയമല്ല. ക്ഷേമ പെൻഷൻ വിഷയമല്ല എങ്കിൽ ഞങ്ങൾ ഇതൊക്കെ എടുത്തു കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിനകത്ത് ഒരു സംശയമില്ല. ക്ഷേമ പെൻഷൻ ഒരു വിഷയമല്ല എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് തെറ്റാണ്. തെരഞ്ഞെടുക്കുമ്പോൾ പെൻഷൻ കൊടുക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധിയും പരാമർശിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് സത്യമാണെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. കേരളത്തിലെ സർക്കാർ വഴി പോകുന്നതിനെതിരെല്ലാം കേസെടുക്കുന്ന സർക്കാരല്ലേ? വഴിയിൽ പോകുന്നവർക്കെതിരെ കേസെടുക്കട്ടെ. അവര് സത്യം വിളിച്ചു പറയുമ്പോൾ അത് അവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയട്ടെ. സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾ. തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവേണ്ട വിഷയമാണ് പാവപ്പെട്ടവരുടെ പെൻഷൻ. അർഹതപ്പെട്ടവർക്ക് സമയാസമയങ്ങളിൽ കിട്ടുന്നതിന്റെ സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. അത് പറയുമ്പോൾ ആർക്കെങ്കിലും നോവുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ പറയും. എന്നാൽ പെൻഷനെ കൈക്കൂലി എന്ന് ആക്ഷേപിച്ച കോൺഗ്രസ് നേതാക്കളുടെ ഹൃദയശൂന്യതയാണ് വിമർശിക്കപ്പെടേണ്ടതെന്നും അബദ്ധം പറയുന്നവർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ലല്ലോ എന്നും M സ്വരാജ് പറഞ്ഞു. പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ അവസാനവട്ട പ്രചാരണത്തിലാണ് മുന്നണികൾ. പെൻഷൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് എന്ന് കേരളത്തിൽ വന്ന ഒരാൾ പറഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ? പെൻഷൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണോ കൊടുക്കുന്നത്? ഇടയ്ക്ക് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് ചില മാസങ്ങളിൽ കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുകയല്ലേ ചെയ്തത്. ഈ മാസം കൊടുത്തത് ഈ മാസത്തെ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയാണ് കൊടുത്തത്. അത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട്, കേസെടുക്കാൻ നിയമവുമില്ല. പക്ഷെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സംസാരിക്കുന്നതാണ് എല്ലാവരെയും കുറിച്ച് സമൂഹത്തിൽ ബഹുമാനം ഉണ്ടാകാൻ നല്ലത്. അല്ലെങ്കിൽ ആളുകൾ അത് തിരിച്ചറിയുകയും പറയുന്നവരോടുള്ള മതിപ്പ് കുറയുകയും ചെയ്യും. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ.
ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷം. ടെല്ലവീവിൽ ഇറാൻ മിസൈൽ പതിച്ച് അമേരിക്കൻ എംബസിക്ക് കേടുപാട് പറ്റി. ഇന്നലെ രാത്രി മാത്രം ഇസ്രയേലിൽ 8 പേർ കൊല്ലപ്പെട്ടതായാണ് IDF പുറത്തുവിട്ട കണക്ക്. ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണവും തുടരുകയാണ്. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായേക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങളും പരസ്പരം കടുത്ത ആക്രമണമാണ് നടത്തുന്നത്. ഇസ്രയേലിൽ നിന്നും സ്വന്തം പൗരന്മാരെ റഷ്യ കരമാർഗം ഒഴിപ്പിക്കുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ഇന്ത്യക്കാരെ മാറ്റാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. ടെഹ്റാനുമേൽ കടുത്ത ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന ഇസ്രയേൽ മുന്നറിയിപ്പിന് പിന്നാലെയാണ് നടപടി. ഇസ്രയേലിലെ ഇന്ത്യക്കാർ വ്യക്തിഗത വിവരങ്ങൾ നൽകണമെന്നും ഇസ്രയേലിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട്. 3 ദിവസമായി ആകാശത്തു മിസൈലുകൾ നിറയുന്ന കാഴ്ചയാണെന്നും ബങ്കറുകളിൽ ഭയന്നാണ് കഴിയുന്നതെന്നും ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യക്കാർ പറഞ്ഞു. 1500ഓളം ഇന്ത്യക്കാരാണ് ഇസ്രയേലിലുള്ളത്. ഇസ്രയേലിലെ ടെല്ലവീവിലും ഫൈഫയിലും രാത്രി കടുത്ത മിസൈൽ ആക്രമണമുണ്ടായി. ഭൂഗർഭ അറകളിലേക്ക് മാറാൻ ജനങ്ങൾക്ക് ഇസ്രയേൽ നിർദ്ദേശം നൽകി. മധ്യ ഇസ്രയേലിലെ ജാഫയിൽ യമൻ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ടെഹ്റാനിൽ ആണവ കേന്ദ്രം തകർക്കുന്ന ദൃശ്യവും ഇസ്രയേൽ പുറത്തുവിട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തൊള്ള ഖൊമേനിയെ വധിക്കാൻ ഇസ്രയേൽ ആലോചിച്ചെന്നും അമേരിക്ക അത് തടഞ്ഞെന്നുമുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സമാധാന ചർച്ചകൾക്ക് സമയമായെന്നും ആക്രമണത്തിൽ അമേരിക്ക നേരിട്ട് ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്നും അതേസമയം ഇനി ഇടപെടുമോ എന്ന് പറയാനാകില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. നേരത്തെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇറാനുമേലുള്ള ആക്രമണത്തിൽ അമേരിക്കയുടെ സഹായമുണ്ടെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. കാസർഗോഡ് ദേശീയപാതയിൽ ബേവിഞ്ചയിൽ കുന്നിടിഞ്ഞു വീണ് ഗതാഗത തടസ്സം. നിർമ്മാണം നടക്കുന്ന ചട്ടഞ്ചാൽ ചെർക്കള ദേശീയപാതയിലാണ് കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. പ്രദേശത്തെ അപകടാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. വലിയ അപകട സാധ്യതയുണ്ടോ എന്ന് നേരത്തെ ബൈജു തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തീർച്ചയായും അശ്വതി, വലിയ തോതിൽ അപകട ഭീഷണി ഉയർത്തുന്ന ഒരു പ്രദേശമാണ് ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള 7 കിലോമീറ്റർ പാത. അവിടെയാണ് ഇപ്പോൾ ബേവിഞ്ച എന്ന് പറയുന്ന സ്ഥലത്ത്, ഇതിനിടയിലുള്ള ബേവിഞ്ച എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു കുന്ന് ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഈ മേഖലകളിലൊക്കെ അശാസ്ത്രീയമായ രീതിയിലാണ് കുന്നിടിച്ച് റോഡിന്റെ നിർമ്മാണം നടക്കുന്നത്. ആ ഭാഗങ്ങളാണ് ഇടിഞ്ഞു വീണത്. ഇതിന് മുകളിൽ ഒരു വീട് അപകടാവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കുന്നിടിഞ്ഞ് വീഴുന്നതിന് തൊട്ട് മുൻപാണ് ഒരു ബസ് ഇതുവഴി കടന്നുപോയത്. നമുക്കറിയാം, ദേശീയപാതയിൽ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന കണ്ണൂർ കാസർഗോഡ് പ്രധാന ദേശീയപാതയാണിത്. ആ യാത്രക്കാർ ഒരു 4 പേർ നടന്നു പോകുന്ന സമയം കൂടി ഉണ്ടായിരുന്നു. അവരൊക്കെ രക്ഷപ്പെട്ടത് തലനാരിഴക്കെന്ന് പറയേണ്ടി വരും. എന്നാലും വലിയൊരു കുന്ന് അപ്പാടെ ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മഴ ശക്തമായി തുടരുകയാണ്. ഇനിയും അപകടാവസ്ഥയിൽ ഈ പ്രദേശത്ത് ഒരുപാട് ഭാഗങ്ങൾ ഇതുപോലെയുണ്ട്. ഇതെല്ലാം അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ചാണ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ്. അത്രത്തോളം അപകടാവസ്ഥയാണ്. അവിടുത്തെ നാട്ടുകാർ ആശങ്ക പങ്കുവച്ചിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വലിയ കുന്നുകൾ അവിടെ ഇടിഞ്ഞ് വീഴാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ കളക്ടർ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധനയൊക്കെ നടത്തിയ സ്ഥലമാണ്. പക്ഷേ വീണ്ടും ഇവിടെ കുന്നിടിയുന്നു. മാത്രമല്ല, വലിയൊരു ഗർത്തം ഇവിടെ രൂപപ്പെട്ടിരുന്നു റോഡിൽ കഴിഞ്ഞ ദിവസം തന്നെ. മലവെള്ളപ്പാച്ചിലുമുണ്ടായത് ഇതേ സ്ഥലത്താണ്. എന്നാലും മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനമാവാതെ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് ഇവിടെ നിന്നും മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി അധികൃതരുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്നതാണ്. എന്തായാലും തലനാരിഴക്കാണ് ഒരു ദുരന്തം ഒഴിവായെന്ന് പറയേണ്ടി വരും. അത്രത്തോളം തിരക്കുള്ള ഒരു ദേശീയപാതയിലാണ് ഇത്തരത്തിൽ വലിയ കുന്നിടിഞ്ഞ് ഈ റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അശ്വതി. ശരി ബൈജു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതിയിൽ 1 മരണം. പാലക്കാട് സ്വദേശിനി പാത്തുമ്മയാണ് മരിച്ചത്. കാറ്റും മഴയും വ്യാപക നാശവും വരുത്തിയിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് 3 നദികളിലും പത്തനംതിട്ട മണിമലയാറ്റിലും പ്രളയസാധ്യതാ മുന്നറിയിപ്പുമുണ്ട്. കാസർഗോഡ് തേജസ്വിനി പുഴ കരകവിഞ്ഞതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. കുടുംബങ്ങളെ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റി. കരകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് അരൈപ്പുഴ കരകവിഞ്ഞു.
ആറങ്ങാടി വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. വെള്ളരിക്കുണ്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണി മൂലം 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ കാറ്റിൽ കുമ്പളയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചു. ജില്ലയിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ശക്തമായ മഴയാണ്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു. കനത്ത കാറ്റിലും മഴയിലും മലപ്പുറം പരപ്പനങ്ങാടിയിൽ വ്യാപക നാശം. മരം വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. പാലത്തിങ്ങൽ കൊട്ടന്തല AMLP സ്കൂളിന്റെ മേൽക്കൂരയും തകർന്നു. പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന വയോധിക മരിച്ചു. മണലടിയിൽ സ്വദേശി പാത്തുമ്മയാണ് മരിച്ചത്. കൂറ്റൻപാറ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് അട്ടപ്പാടി ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുന്തിപ്പുഴയും കരകവിഞ്ഞു. ഇടുക്കി കട്ടപ്പന കൊച്ചുതോവാളയിൽ പാറ അടർന്നു വീണ് വീട് തകർന്നു. കൊച്ചുതോവാള സ്വദേശി ജോസിന്റെ വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന വലിയ പാറയാണ് വീട്ടിലേക്ക് പതിച്ചത്. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 2344.94 അടിയായി. മുല്ലപ്പെരിയാർ ഡാമിൽ 129.15 അടിയാണ് ജലനിരപ്പ്. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് പട്ടാഴിയിലും പത്തനാപുരത്തും വീടുകൾ തകർന്നു. തീരമേഖലയിലും ദുരിതമാണ്. കടൽക്ഷോഭം ശക്തമായിട്ടുണ്ട്. കണ്ണമാലി മേഖലയിൽ രൂക്ഷമായ കടലാക്രമണമാണ്. തിരുവനന്തപുരം വർക്കല പാപനാശം തീരത്ത് കുന്നിടിഞ്ഞു. മഴയും വെള്ളക്കെട്ടും മൂലം നിരവധി കുടുംബങ്ങൾ ക്യാമ്പുകളിലാണ്. ആലപ്പുഴയിൽ 3 ക്യാമ്പുകളിലായി 67 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കോട്ടയത്ത് 8 പേരെയും തൃശൂരിൽ 46 പേരെയും കാസർഗോഡ് 37 പേരെയും ക്യാമ്പുകളിലേക്ക് മാറ്റി. ഉപ്പള, നീലേശ്വരം, മൊഗ്രാൽ നദികളിലും പത്തനംതിട്ട മണിമലയാറിലും പ്രളയസാധ്യത മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കാസർഗോഡ് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ ഭർത്താവിനെതിരെ കേസെടുത്ത് പോലീസ്. ദേലമ്പാടി സ്വദേശിനി ഖദീജത്ത് ഷമീമയുടെ പരാതിയിൽ വെളിഞ്ച സ്വദേശി ലത്തീഫിനെതിരെയാണ് കേസെടുത്തത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് യുവതിയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചതിനും കേസുണ്ട്. ദേലമ്പാടി അൽമദീന ഹൌസിലെ അബ്ദുള്ളയുടെ മകൾ ഖദീജത്ത് ഷമീമയെയാണ് ഭർത്താവ് ലത്തീഫ് ഫോണിലൂടെ 3 തവണ മുത്തലാഖ് ചൊല്ലിയത്. 2018 മാർച്ച് 18-നായിരുന്നു ഇരുവരും വിവാഹിതരായത്. വിവാഹ സമയത്ത് 25 പവൻ സ്വർണം നൽകിയിരുന്നു. പിന്നീട് കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചതായി ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നു. ഖദീജത്ത് ഷമീമ എന്നവളെ ഞാൻ തലാക്ക് ചെല്ലുന്നു. തലാക്ക് 1 വട്ടം, തലാക്ക് 2 വട്ടം, തലാക്ക് 3 വട്ടം. എനിക്ക് ഇങ്ങോട്ട് വിളിക്കാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലായോ? എനിക്ക് വിളിക്കാൻ കഴിയില്ല, മെസ്സേജ് അയക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളെ ബൈ, എനിക്ക് എൻ്റെ ബൈ. ഞാൻ അന്നേ പറഞ്ഞിന്. ഓക്കെ. ഭാരതീയ ന്യായ സംഹിതയിലെ 85 മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാരേജിലെ 3, 4 വകുപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജൂൺ 13 രാത്രി 11:30 മണിക്ക് ലത്തീഫ് അബുദാബിയിൽ നിന്ന് വാട്സാപ്പിലൂടെ ശബ്ദ സന്ദേശം വഴി 3 തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയതായി അറിയിക്കുകയായിരുന്നു. വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയതിന് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ നേരത്തെ കല്ലൂരാബി സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസായിരുന്നു അത്. ന്യൂസ് 18 കാസർഗോഡ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9305 രൂപ, പവന് 74,440 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7660 രൂപ, പവന് 61,280 രൂപ. വെള്ളി ഗ്രാമിന് 118, കിലോയ്ക്ക് 1,18,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോർട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.